വിശദമായ വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ളക്കെതിരെ പരാതിയുമായി അതിജീവിത. അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രതിക്ക് വേണ്ടി ചെയ്യുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. എന്നാൽ ഇമെയിൽ വഴി അയച്ച പരാതി സ്വീകരിക്കാനാകില്ലെന്ന് ബാർ കൌൺസിൽ വ്യക്തമാക്കി. അതേസമയം മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചില്ലെന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു. കോഴിക്കോട്ടെ സൈബർ വിദഗ്ധൻ സായി ശങ്കറിനെ ഉപയോഗിച്ചും മുംബൈയിലെ ലാബിലെത്തിച്ചും ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ നശിപ്പിക്കപ്പെട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. IT വിദഗ്ധനായ സായി ശങ്കർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ കൊച്ചിയിലെ ഓഫീസിലെ വൈഫൈ ഉപയോഗിച്ചാണ് ഫയലുകൾ ഡിലീറ്റ് ചെയ്തതെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ബി രാമൻപിള്ളയ്ക്കൊപ്പമുള്ള അഭിഭാഷകർ മുംബൈയിലെ ലാബിലെത്തിയതായും ലാബ് ഉടമ ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയിരുന്നു. ഈ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ആക്രമിക്കപ്പെട്ട നടി രാമൻപിള്ളയ്ക്കും ഒപ്പമുള്ള അഭിഭാഷകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള ബാർ കൌൺസിലിനെ സമീപിച്ചത്. അഭിഭാഷക വൃത്തിയുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന നടപടികളാണ് രാമൻപിള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. 20 സാക്ഷികൾ കൂറുമാറിയതിലും ഫോൺ രേഖകൾ നശിപ്പിച്ചതിലും രാമൻപിള്ളയുടെ കരങ്ങളുണ്ടെന്നും അതിജീവിത ആരോപിച്ചു. എന്നാൽ ബാർ കൌൺസിൽ നിർദ്ദേശിക്കുന്ന രീതിയിലല്ല പരാതി നൽകിയിരിക്കുന്നതിനാൽ സ്വീകരിക്കാനാവില്ലെന്നാണ് കൌൺസിലിന്റെ നിലപാട്. ശരിയായ രീതിയിൽ പരാതി നൽകിയാൽ അന്വേഷണം നടത്താമെന്ന് അതിജീവിതയെ അറിയിച്ചതായി ബാർ കൌൺസിൽ ഓണററി സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ന്യൂസ് 18 പറഞ്ഞു. 30 കോപ്പി വേണം, 2 അതിന്റെ കൺസൾട്ട് ഫീസ് കൂടി അടയ്ക്കണം, പിന്നെ അതിന്റെ വെരിഫിക്കേഷനൊക്കെ വേണം. കംപ്ലൈന്റിന് ഫോമുണ്ട്, ആ ഫോമും എല്ലാം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ആപ്ലിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അത് എന്തെങ്കിലും ആക്ഷന് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം കേസുമായി ബന്ധമില്ലാത്ത സ്വകാര്യ സന്ദേശങ്ങളാണ് ഫോണിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു. ഫോറൻസിക് റിപ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദീകരണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും ദിലീപ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എം ലിജുവിനെ കോൺഗ്രസ് പരിഗണിച്ചേക്കും. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കെ സുധാകരനൊപ്പം എം ലിജുവും പങ്കെടുത്തു. ലിജു പരിഗണനയിലുണ്ടെന്നും സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുമെന്നും കെ സുധാകരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. അതേസമയം AICC സെക്രട്ടറി ശ്രീനിവാസൻ കൃഷ്ണനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രിയങ്കയുമായും റോബർട്ട് വാദ്രയുമായും അടുപ്പമുള്ളയാളാണ് ശ്രീനിവാസൻ. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, എം ലിജുവിന്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്നത്. ഏതൊക്കെ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. അശ്വതി, നിയമസഭയിലെ അംഗബലം അനുസരിച്ച് UDFന് ഒരംഗത്തെയാണ് രാജ്യസഭയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസിൽ നിന്നുള്ള ആളായിരിക്കും. എന്നാൽ കോൺഗ്രസിൽ ഇപ്പോഴും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ KV തോമസ്, M M ഹസൻ, ജെബി മേത്തർ ഉൾപ്പെടെയുള്ള പേരുകൾ എല്ലാം തന്നെ സജീവമായി പരിഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ 2 പേരുകൾ പുറത്തു വന്നിട്ടുള്ളത്. അല്പസമയം മുമ്പ് CPIM അവരുടെ സ്ഥാനാർത്ഥിയായി A റഹീമിനെ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ CPIMന്റെയും CPIയുടെയും സ്ഥാനാർത്ഥികൾ എന്നത് യുവാക്കളുടെ നിരയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ചർച്ച നടത്തി. എം ലിജുവും ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം യുവാക്കളിൽ നിന്ന് ഒരാൾ രാജ്യസഭയിലേക്ക് എത്തും എന്ന പ്രതികരണമാണ് സുധാകരൻ നടത്തിയത്. അതിനിടെയാണ് ഇപ്പോഴും ഹൈക്കമാൻഡ് മറ്റൊരു പേര് നിർദ്ദേശിക്കുന്നത്. ശ്രീനിവാസൻ കൃഷ്ണന്റെ പേരാണ്. AICCയുടെ മുൻ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇദ്ദേഹം ആരാണ് എന്ന് പോലും അറിയില്ല എന്നുള്ള ഒരു വിമർശനം കോൺഗ്രസിനകത്ത് നിന്നും ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം റോബർട്ട് വദ്രയുമായുള്ള അടുപ്പം ആണ് ഇങ്ങനെയൊരു പേര് നിർദ്ദേശിക്കാൻ കാരണം എന്നാണ് വ്യക്തമായിട്ടുള്ളത്. എന്നാൽ സോണിയാഗാന്ധിയുമായി ഉള്ള ചർച്ചകൾക്ക് ശേഷം KPCC അധ്യക്ഷൻ സോണിയാഗാന്ധിയുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു പേര് നിശ്ചയിക്കുക. അഭിലാഷ്, ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ശ്രീനിവാസൻ കൃഷ്ണനെ പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. ഇതിൽ ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ടല്ലോ അല്ലെ? എം ലിജുവിന്റെ പേര് കേരള ഘടകം മുന്നോട്ട് വെക്കുമ്പോൾ അത്തരത്തിലൊരു ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ടല്ലോ അല്ലെ? തീർച്ചയായും നിലവിൽ രാഹുൽ ഗാന്ധിയുമായാണ് KPCC അധ്യക്ഷൻ ചർച്ച നടത്തിയത്. അല്പസമയം മുമ്പ് ലിജുവും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമായും തീരുമാനങ്ങൾ എടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് അധ്യക്ഷ എന്ന നിലയിൽ സോണിയാഗാന്ധിയുമായി കൂടി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. KV തോമസ് അടക്കം അത്തരം ഒരു ക്ലെയിം ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പ്രായമായവരെ നിലവിൽ മാറ്റി നിർത്തുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. മാത്രവുമല്ല, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ യുവനിരയിൽ നിന്നാണ് എന്നത് ലിജുവിനെ പോലുള്ളവർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന ലിജുവിന് തന്നെ നറുക്ക് വീഴുവാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ മറ്റ് സാധ്യതകൾ ഈ ഘട്ടത്തിൽ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനും ആവില്ല. അഭിലാഷ്, ഇങ്ങനെ രണ്ടുപേരുടെ പേരുകൾ ഇങ്ങനെ വരുമ്പോൾ ഇനിയും ഈ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വം പ്രധാനമായും ജാതി സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള പേര് ആയിരിക്കണം പരിഗണിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും ഈ രാജ്യസഭയിലേക്ക് എത്തുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അതിനിടയിലാണ് ഈ AICC മുൻ സെക്രട്ടറി കൂടിയായ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് ഉയർന്നു വരുന്നത് എന്നത് അത് ഹൈക്കമാൻഡിന്റെ ഒരു നോമിനി എന്ന നിലയിലാണ്. പക്ഷേ അതിനോട് അനുകൂലമായ ഒരു നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുവാനുള്ള സാധ്യത കുറവാണ്. കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിചിതനായ ഒരാളല്ല എന്നുള്ള വിമർശനമുണ്ട്. മാത്രവുമല്ല, സംസ്ഥാന കോൺഗ്രസിൽ തന്നെ ഇനി ഒരു റിട്ടയർമെന്റ് പോസ്റ്റ് എന്ന നിലയിലേക്ക് രാജ്യസഭാ അംഗത്തെ കണക്കാക്കാനാവില്ല. പ്രത്യേകിച്ച് NDA കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ ഐക്യനിര കൂടുതൽ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ കൃത്യമായി ചർച്ചകളിൽ അടക്കം പങ്കെടുക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും സജീവമായി തന്നെ രാജ്യസഭയിൽ എപ്പോഴും പ്രസൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യണം എന്ന ഒരു അഭിപ്രായം പൊതുവെ കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. ശരി അഭിലാഷ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം CPMന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സമിതിയാണ് റഹീമിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 31-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും യുവാക്കൾക്ക് കൂടുതൽ അവസരമെന്ന നയം CPM തുടരുകയാണ്. എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് രാജ്യസഭയിലും റഹീമിന് അവസരം നൽകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലേക്ക് പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം പൂർണ്ണമായും രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനിയോഗിക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന A റഹീം കഴിഞ്ഞ നവംബറിലാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷനായത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPM തീരുമാനിച്ചത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു A റഹീം. ചുരുങ്ങിയ കാലം മാധ്യമപ്രവർത്തകനുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭാ സീറ്റിൽ അതൃപ്തി പരസ്യമാക്കി LJD. LDFൽ അവഗണനയെന്നും രാജ്യസഭാ സീറ്റ് നൽകാതെ അപമാനിച്ചെന്നും LJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF വലിയ പരിഗണന നൽകിയിരുന്നുവെന്നും മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. കേരയിൽ പദ്ധതിക്കായി നിലവിൽ ഭൂമി ഏറ്റെടുക്കാനാകില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരയിൽ സങ്കീർണമായ വിഷയമാണ്. പദ്ധതിക്കെതിരെ ഉയർന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഗൌരവമുള്ളതാണ്. ടെക്നോ ഇക്കണോമിക് റിപ്പോർട്ട് കിട്ടാതെ അന്തിമ അനുമതി സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടുന്ന ഇടത് വലത് MPമാർ തമ്മിൽ എന്ത് ധാരണയെന്ന് അറിയില്ലെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. സിൽവർ ലൈൻ സർവേക്കെതിരെ മലപ്പുറം തിരൂരിൽ പ്രതിഷേധത്തിൽ സംഘർഷം. തിരൂർ ഫയർ സ്റ്റേഷന് സമീപമാണ് നാട്ടുകാർ വൻ പ്രതിഷേധം ഉയർത്തിയത്. അതിരടയാള കല്ലുകൾ പ്രതിഷേധക്കാർ പിഴുതെറിഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മുന്നറിയിപ്പ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ G23 നേതാക്കളുടെ യോഗം ഇന്ന് ചേരും. PJ കുര്യൻ യോഗത്തിൽ പങ്കെടുക്കും. ഗാന്ധി കുടുംബത്തിനെതിരായ കപിൽ സിബലിന്റെ പരാമർശത്തിൽ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. കപിൽ സിബൽ നല്ല അഭിഭാഷകനാണെങ്കിലും നല്ല കോൺഗ്രസ് നേതാവല്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചു. തിരുവനന്തപുരം ലോ കോളേജിലെ SFI KSU സംഘർഷത്തിന്റെ പേരിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റതോടെ പ്രതിപക്ഷ നേതാവിന്റെ മനോനില തകർന്നെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു.
തിരുവനന്തപുരം ലോ കോളേജ് സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി KSU പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. SFI പ്രവർത്തകരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. സാർ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതിനെല്ലാം കൊട പിടിച്ചു കൊടുക്കാതെ സാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനുവേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉപയോഗിക്കലാണ്. ആ പിന്നിൽ നിന്ന് ബഹളം വെക്കുന്നവര് ആ നിലയിലേക്ക് അധപ്പതിക്കാൻ പാടുണ്ടോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്? അതാണോ വേണ്ടത്? അക്രമികൾക്ക് ആയുധം നൽകുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ്. ബഹുമാനായ മുഖ്യമന്ത്രി, ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങള് വീട് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിലിരിക്കുന്നത്. പിൻനിരയിലിരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്ക് അതേ നിലവാരം തന്നെയുള്ളൂ. പ്രതിപക്ഷ നേതാവ് KSUക്കാരനായി തരം താഴരുതെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം പഴയ KSU നേതാവിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും തലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. അതിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഇവിടെ കണ്ടത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പണ്ട് ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഞാൻ പഴയ KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് വളർന്നു വന്ന ആള് തന്നെയാണ്. സാർ, അതേ ആവേശവും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാനത് സമ്മതിക്കുന്നു. SFIക്കെതിരായ ആരോപണങ്ങൾ ചേർത്ത മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒന്നാണ്. തകർന്നു പോകുന്നു, മറുഭാഗം ഉയർന്നു പോകുന്നു. SFI ആക്രമത്തിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ SFIയുടെ ഗുണ്ടായിസം എന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ഗുണ്ടായിസത്തിന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്നലെ 2-3 സ്ഥലത്ത് ആക്രമണങ്ങൾ നടന്നു. ആ ആക്രമണത്തിനെല്ലാം പോലീസ് മൂകസാക്ഷികളായി നിന്നു എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഭിശാപം. നിയമം നടത്തേണ്ട നിയമപാലകന്മാർ നിയമലംഘകരാവോ അല്ലെങ്കിൽ നിയമലംഘനത്തെ നോക്കി നിൽക്കുന്ന നിസ്സഹായരാവോ മാറുന്ന സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിദൂരമായ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് ഇടതുപക്ഷ സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ലോ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും KSU പ്രവർത്തകർ നശിപ്പിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ നീക്കിയത്. SFI പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നെന്ന് ലോ കോളേജിലെ KSU പ്രവർത്തക സഫ്ന യാക്കൂബ്. ഇന്നലെ 2 തവണ മർദ്ദനമേറ്റെന്ന് സഫ്ന പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഫ്നയെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ടേപ്പ് വെട്ടി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. രാത്രി സമയത്ത് ട്രസ്പാസ്. പിന്നെ എന്നെ വലിച്ചിറക്കിയാണ് ഉണ്ടായത് കോളേജിനുള്ളിൽ. ഇതിനു മുമ്പും ഇതുപോലെ SFI ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആക്ഷൻസ് ഒന്നും ഒരു നടപടികളും എടുത്തിട്ടില്ല. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. കൊച്ചി നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട 3-ാം പ്രതി അഞ്ജലി റിമാദേവ് വീണ്ടും ഹാജരാകണം. മറ്റന്നാൾ ഹാജരാകാനാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. അഞ്ജലിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇന്ന് എത്ര സമയമാണ് അഞ്ജലിയെ ചോദ്യം ചെയ്തത്? വീണ്ടും ഹാജരാകാനാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൈകിട്ട് 3 മണിയോടെയാണ് അഞ്ജലി റിമാദേവ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടുവന്നു. അതിനുശേഷം 6:10 കൂടിയാണ് അഞ്ജലി ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഹാജരാകാൻ വേണ്ടി അഞ്ജലി റിമാദേവിന് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം
ഈ ദൃശ്യങ്ങൾ ഈ റോയ് വയലാട്ട് യുവതിയെയും സ്ത്രീയോടും മോശമായി പെരുമാറുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ സൈജു തങ്കച്ചൻ എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ ഈ യുവതിയെ കാണിച്ചുകൊണ്ട് ഇത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ ഈ അഞ്ജലിയുടെ കയ്യിലുണ്ട് എന്നും പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഫോൺ ഇന്ന് കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഹാജരാകാനും തുടർ ചോദ്യം ചെയ്യാനും വേണ്ടി എത്തുന്നതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച എത്തുമ്പോൾ ഈ ഫോൺ കൂടി കൊണ്ടുവരാൻ വേണ്ടിയാണ് അറിയിച്ചിരിക്കുന്നത്. ശരി സുജു. കേരള സർവകലാശാല ലെക്സിക്കൻ മേധാവി സ്ഥാനം ഡോക്ടർ പൂർണിമ മോഹൻ രാജിവെച്ചു. ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹനന്റെ ഭാര്യയാണ് ഡോക്ടർ പൂർണിമ. സംസ്കൃതം അധ്യാപികയായ പൂർണിമയെ മലയാളം ലെക്സിക്കൻ മേധാവിയാക്കിയത് വിവാദമായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 966 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5 മരണം സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ രേഖകൾ വൈകിയ 7 മരണവും അപ്പീൽ നൽകിയ 38 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 67,008 ആയി. 1444 പേർക്ക് രോഗം ഭേദമായി. വഖഫ് ബോർഡ് നിയമനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് യോഗം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗം വിളിച്ചു ചേർക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. ഭരണകൂടം സോഷ്യൽ മീഡിയ ഭീമന്മാരുമായി അവിശുദ്ധ ബന്ധം സ്ഥാപിക്കുന്നതായി സോണിയാഗാന്ധി. ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രചാരണങ്ങൾക്ക് ഉള്ള ഇടം മാത്രമായി സമൂഹമാധ്യമങ്ങൾ മാറിയതായി സോണിയ ലോക്സഭയിൽ കുറ്റപ്പെടുത്തി. വികാരഭരിതമായ പ്രചാരണങ്ങൾ ചെറുപ്പക്കാരുടെയും പ്രായമായവരുടെയും മനസ്സുകളിൽ വിദ്വേഷം നിറയ്ക്കുകയാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ഹിജാബ് വിഷയം അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ച നടപടി കർണാടക ഹൈക്കോടതി ശരിവച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയോട് ചോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ മറുപടി നൽകി. പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം ഇല്ലെന്ന് നിരീക്ഷിച്ച കോടതി വിഷയം പരിശോധിക്കട്ടെയെന്നും വ്യക്തമാക്കി. ഹോളി അവധിക്ക് ശേഷം കേസ് ലിസ്റ്റ് ചെയ്യാമെന്നും കോടതി പറഞ്ഞു. റഷ്യയും യുക്രൈനും തമ്മിൽ ചില ഒത്തുതീർപ്പ് സാധ്യതകൾ ഉരുത്തിരിഞ്ഞെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലെ കൂടിക്കാഴ്ചയിൽ യുക്രൈന്റെ നിഷ്പക്ഷ നിലപാട് ഉൾപ്പെടെയുള്ളവ വിഷയമായി. എന്നാൽ നിഷ്പക്ഷതയും നിരായുധീകരണവും മാത്രമല്ല, കിഴക്കൻ യുക്രൈനിലെ ജനതയുടെ സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും ലാവ്റോവ് പറഞ്ഞു. അതേസമയം പോളണ്ട്, ചെക്കസ്ലോവാക്യ പ്രധാനമന്ത്രിമാർ യുക്രൈൻ തലസ്ഥാനം കീവിലെത്തി പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തി. സെപ്രോസിയ, കീവ്, വിനിഷ്യ എന്നിവിടങ്ങളിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ്. ഇന്ന് US കോൺഗ്രസ് അംഗങ്ങളെ സെലൻസ്കി വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്യും. പഞ്ചാബ് മുഖ്യമന്ത്രിയായി AAP നേതാവ് ഭഗവന്ത് മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ബൻവാരിലാൽ പുരോഹിത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. MLAമാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടിയായി പുനഃസ്ഥാപിക്കും. ബജറ്റ് ചർച്ചയുടെ മറുപടിയിലാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രഖ്യാപനം. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് നേരത്തെ ഫണ്ട് വെട്ടിക്കുറച്ചത്. ഡീസൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഹരിത നികുതിയിൽ നിന്നും ഓട്ടോറിക്ഷയെ ഒഴിവാക്കി. ക്ഷേമ പെൻഷൻ പിന്നീട് വർദ്ധിപ്പിക്കുമെന്നും LDF നൽകിയ വാക്ക് പാലിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ സാമ്പത്തിക പരിമിതി ഉണ്ടെന്നും 100 രൂപ കൂട്ടിയാൽ 1000 കോടിയുടെ ബാധ്യത വരുമെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ വീഴ്ച. തമിഴ്നാട്ടിൽ നിന്നുള്ള 4 അംഗ സംഘം അനുവാദമില്ലാതെ ഡാമിൽ സന്ദർശനം നടത്തി. ഞായറാഴ്ചയായിരുന്നു സംഭവം. റിട്ടയർഡ് SIമാർ അടക്കമുള്ളവരാണ് തമിഴ്നാടിന്റെ ബോട്ടിൽ എത്തിയത്. ഇവരെ തടയാനോ സന്ദർശകരുടെ വിവരങ്ങൾ GD രജിസ്റ്ററിൽ എഴുതാനോ പോലും പോലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം. സംഭവം വിവാദമായതോടെ പോലീസ് കേസെടുത്തു.